എറണാകുളത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF BJP സഖ്യമെന്ന ആരോപണം പി രാജീവാണ് ആരോപണം ഉന്നയിച്ചത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച ഒരു സാഹചര്യം, മറ്റു വിവരങ്ങൾ. സൗമ്യ, ഇന്ന് ചില ദൃശ്യങ്ങൾ സഹിതമുള്ള തെളിവുകൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുവാനിടയായത്. ഇന്ന് 66-ാം ഡിവിഷനിൽ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിനോ ജേക്കബ്, അദ്ദേഹം മുൻ KPCC പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയുമായിരുന്ന പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ വാർഡിൽ നടന്ന BJPയുടെ പദയാത്ര, ഈ പദയാത്രയെ മാലയിട്ട് സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ 67-ാം ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അത് വ്യക്തമായും പല ഡിവിഷനുകളിലും BJPയുമായി കോൺഗ്രസ്സിന് ചില ബാന്ധവങ്ങളുണ്ട്. അത് വോട്ട് കച്ചവടം ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്നതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണെന്ന് പലകുറി ഇതിനെക്കുറിച്ച് വ്യക്തമായിരുന്നു. ഈ ദൃശ്യങ്ങൾ നമുക്ക് മുന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് അത്തരം വ്യക്തമായ ചിത്രങ്ങൾ തന്നെയാണ്. ലിനോ ജേക്കബിന് സ്ഥാനാർത്ഥിയായ 66-ാം സെൻട്രൽ ഡിവിഷൻ്റെ സ്ഥാനാർത്ഥിയായ ലിനോ ജേക്കബിന് മുന്നിലൂടെ BJPയുടെ പദയാത്ര കടന്നു പോകുന്നു. ഈ പദയാത്രയെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരൻ ഓടിച്ചെന്ന് സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയെ മാലയിട്ട് സ്വീകരിക്കുന്നു. ഇത് പരസ്യമായുള്ള ചില ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇത്തരം ചില പ്രകടനങ്ങൾ തന്നെയാണ് മറ്റു പല ഡിവിഷനുകളിലുമുള്ളത്. ഇത്തരം ചില നീക്കുപോക്കുകൾ, കൊടുക്കൽ വാങ്ങുകൾ എല്ലാ ഡിവിഷനുകളിലും തന്നെ BJPയുമായി ഉണ്ട്. കോൺഗ്രസ് നിലനിർത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, തെളിവ് സഹിതം. അതുകൊണ്ട് ഇതിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് CPM നേതാക്കൾ, LDF നേതൃത്വം തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. പല വാർഡുകളിലും തന്നെ, പല ഡിവിഷനുകളിലും തന്നെ ഇത്തരം ചില രഹസ്യധാരണകൾ നിലനിൽക്കുന്നു. അതിൻ്റെ ഒരു അനുരണനങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു ഏത് വിധേയനെയും കൊച്ചിൻ കോർപ്പറേഷൻ നിലനിർത്തുക എന്നത് ലക്ഷ്യമാക്കി കൊണ്ട് തന്നെ ആസൂത്രിതമായ ചില നീക്കങ്ങൾ ചില ഡിവിഷനുകളിൽ തന്നെ നടത്തുന്നുണ്ട്. വോട്ട് കച്ചവടം മറ്റൊരു രീതിയിൽ തന്നെ ലക്ഷ്യമാക്കി തന്നെയാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ പല ഡിവിഷനുകളിലും കോൺഗ്രസും BJPയും മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. പല ഡിവിഷനിലും ഇത്തരം നീക്കുപോക്കുകൾ തന്നെ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുകയും ചെയ്യുന്നത്. സൗമ്യ, ഡാനി, ഈ ഒരു പ്രദേശത്തെ ഒരു വിഷയം സംബന്ധിച്ചൊരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ പലയിടത്തും ഉണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപം ഡാനി സൂചിപ്പിച്ചു. ആ വിധത്തിലുള്ള വ്യക്തമായ സൂചനകൾ തന്നെയാണോ ലഭിക്കുന്നത്? പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട് എന്ന തരത്തിലുള്ളൊരു സൂചനയാണോ ലഭിക്കുന്നത്, ഡാനി? സൗമ്യ, ഇതിൽ കൊച്ചിൻ കോർപ്പറേഷൻ കഴിഞ്ഞ കുറേ വർഷങ്ങൾ LDF നേതൃത്വത്തിലിരുന്നതാണ്. അതിനുശേഷം കഴിഞ്ഞ 30 വർഷത്തിനു ശേഷമാണ് ഇത് UDFിൻ്റെ പക്കലേക്ക് പോകുന്നത്. എന്നാൽ സുസ്ഥിരമല്ലാത്തൊരു ഭരണം, നിരവധിയായ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഇത് ഏതു വിധേനയും നിലനിർത്തുക എന്നൊരു ബാധ്യത കൂടി ഇപ്പോഴുള്ള നേതൃത്വത്തിന് അവശേഷിക്കുന്നുണ്ട്. അതിനെ കണ്ടെത്തുന്ന ഒരു വഴി എന്നത് ശക്തമായ ഒരു പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുന്നു. നമുക്കറിയാം, പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കോർപ്പറേഷൻ ഭരണത്തിനെതിരെ തന്നെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ഡെപ്യൂട്ടി മേയർ B ഭദ്ര തന്നെ ഭരിക്കാൻ പോലും സമ്മതിച്ചില്ല എന്ന് പരസ്യമായി പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത്തരം വളരെ വലിയൊരു പൊട്ടിത്തെറി തന്നെ അതിനകത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് മാറി നിന്നുകൊണ്ട് തനിക്ക് സീറ്റ് പോലും നിഷേധിക്കപ്പെട്ടു എന്നവർ പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത് വിലയിരുത്തപ്പെടേണ്ടത്. ഏത് വിധേനയും നിലനിർത്തുക എന്നതൊരു ആവശ്യ ഘടകമായി മാറിയിരിക്കുന്നതിൻ്റെ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കൂട്ടുകെട്ടിലേക്ക് തുടക്കം മുതൽ തന്നെ ഇത്തരം ഒരു ധാരണകളിലേക്ക് നീങ്ങിയത്. അതിൻ്റെ ഒരു ചിത്രം മാത്രമാണ് ഇന്ന് പുറത്തു വരുന്നത്. മട്ടാഞ്ചേരി അടക്കമുള്ള പ്രദേശങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ സെൻട്രൽ കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ അത്തരം ചില ഏരിയകളുണ്ട്. BJP തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് അവകാശപ്പെടുന്ന പല മേഖലകളിലും തന്നെ ഇത്തരം ചില കച്ചവട കണക്കുകളുണ്ട് എന്ന് തന്നെ നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ വ്യക്തമായൊരു തെളിവായി നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത്തരം ഒരു സ്ഥാനാർത്ഥിയെ മുൻപെങ്ങുമില്ലാത്ത വിധം, അതും കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവ്, KPCC പ്രസിഡന്റിൻ്റെ മകൻ തന്നെ, അദ്ദേഹം നേരിട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് മാലയിട്ട് സ്വീകരിക്കുന്നൊരു ദൃശ്യം. ഇത് ഒരു ഡിവിഷനിൽ ഇങ്ങനെ ഒരു പരസ്യമായൊരു ചിത്രം പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പല ഡിവിഷനുകളിലും ഇത്തരം ചില കൂട്ടുകെട്ടുകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെ നേരത്തെ നമ്മൾ അത്തരം വാർത്തകൾ ഉണ്ടായിരുന്നത്. അതിൻ്റെ വ്യക്തമായൊരു ദൃശ്യത്തോടുകൂടിയുള്ള ഒരു തെളിവാണ്. ഏതു വിധേനയും ഭരണം നിലനിർത്തുക എന്ന ഒരു നിലയിലേക്ക് UDF നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ പല ഡിവിഷനിലും ഇത്തരം കൂട്ടുകെട്ടുകൾ ശക്തിപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പശ്ചിമ കൊച്ചി അടക്കമുള്ള പല മേഖലകളിലും ഇത്തരം ചില രഹസ്യ ധാരണകൾ തന്നെ നടക്കുന്നുണ്ട്.
പറയുന്നുണ്ട് സൗമ്യ. ജാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കോർപ്പറേഷൻ ഭരണം എങ്ങനെയും നിലനിർത്താനുള്ള ഒരു ധാരണ പൊതുവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് UDF BJP ബന്ധം പലയിടത്തും തന്നെയുണ്ട്, പരസ്യമായും രഹസ്യമായും തന്നെയുണ്ട്. അതിന്റെ ദൃശ്യ തെളിവുകൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.